ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ പെരിങ്ങലിപ്പുറം ഗ്രൗണ്ടിൽ കായംകുളം ലോർഡ്സ് 11 ക്രിക്കറ്റ് ഹബ്ബ് നടത്തുന്ന ടൂർണമെന്റിൽ മാന്നാർ പോലീസും പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രി അധികൃതരും ചേർന്ന് ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ടൂർണമെന്റിൽ പങ്കെടുത്ത ടീമുകൾക്കായിരുന്നു ക്ലാസ് നൽകിയത്. ആലപ്പുഴ ജില്ലാ ജനമൈത്രി പോലീസിന്റെ ഭാഗമായി മെഡിക്കൽ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ പെരിങ്ങലിപ്പുറം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കായംകുളം ലോർഡ്സ് 11 ക്രിക്കറ്റ് ഹബ്ബ് നടത്തുന്ന ടൂർണമെന്റിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് മാന്നാർ പോലീസും പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രി അധികൃതരും ചേർന്ന് ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി കാർഡിയാക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് CPR നൽകുന്നത് എങ്ങനെയെന്ന് ടൂർണമെന്റിൽ പങ്കെടുത്ത ടീമുകൾക്കും അംഗങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകി. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ക്രിക്കറ്റ് മാച്ചുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇപ്പോൾ കുഴഞ്ഞു വീഴുകയോ അങ്ങനെ ഹൃദയസ്തംഭനം സംഭവിക്കുക, ഹൃദയം നിന്നു പോകുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊരു വലിയൊരു ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സ്റ്റാഫ്മാർ പലരും ഇതുപോലെ കളിക്കാൻ പോകുന്നവരുണ്ട്. അതിന് എമർജൻസിയിൽ തന്നെ ഒരു ശുചിത്വം എന്ന് പറഞ്ഞൊരു നേഴ്സുണ്ട്. അപ്പോൾ അവിടെ പരിമല വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു സൺഡേ ക്രിക്കറ്റ് ടീമുണ്ട്, ഒരു സൺഡേ ലീഗുണ്ട്. അവരെല്ലാ സൺഡേയും പോയി ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഒരു കുറേ ടീമായിട്ട് ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ജേഴ്സി ടീമൊക്കെ ആയിട്ട് അവരെല്ലാ സൺഡേയും ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ അതേപോലെ ഒരു സൺഡേ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ബൗൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് പെട്ടെന്ന് ആദ്യം ഒരു ക്ഷീണം പോലെ തോന്നി. അയാളെ പോയി കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് വന്ന് പിന്നെയും കുഴപ്പമില്ല. ഇടയ്ക്ക് പിന്നെ അയാൾ പറഞ്ഞ അയാൾക്ക് എന്തോ പോലെ തോന്നുന്നു. അയാൾ വീട്ടിൽ പോയിട്ട് വന്നു. പിന്നെ ബൗൾ ചെയ്യാനായിട്ട് റണ്ണപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആൾ കുഴഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു, ശുചിത്വം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആയുർവേദ ഡോക്ടറും ഇവരോടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെന്ന് നോക്കിയപ്പോൾ ഇയാൾക്ക് പൾസില്ല. ശുചിത്വം പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്തു. ശുചിത്വം നമ്മുടെ എമർജൻസിയിലെ സ്റ്റാഫാണ്. അപ്പോൾ അവനറിയാം എങ്ങനെ CPR കൊടുക്കുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്ത് മാന്നാർ പെരുമലയ്ക്ക് അടുത്ത് തന്നെയാണ്. അവർ പെട്ടെന്നൊരു വണ്ടിയിൽ CPR കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ആൾ കോൺഷ്യസ് നമുക്കിപ്പോൾ അറ്റാക്കായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും അയാൾ ഹൃദയസ്തംഭനത്തിൽ പോയി. വീണ്ടും നമ്മൾ CPR കൊടുത്തു. അയാൾക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അയാൾ ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ശക്തിയായിട്ട് തട്ടി വിളിച്ചു നോക്കണം. അയാൾ പ്രതികരിക്കുന്നുണ്ടോ നല്ല ശക്തിയായിട്ട് അയാളുടെ തുറത്ത് തട്ടി വിളിച്ചു. ഇനി ആൾ പ്രതികരിക്കുന്നില്ലെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത റോളുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടെ ആളുകൾ കാണും. അപ്പോൾ നിങ്ങൾ സഹായത്തിൽ കുറച്ച് പേരെ കൂടെ വിളിച്ചു വരുത്തും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അയാൾക്ക് പൾസ് ഉണ്ടോ, ആൾ ശ്വസിക്കുക. പൾസ് നോക്കാനായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ നടുക്കായിട്ട് കൈ വെക്കുകയാണെങ്കിൽ നമുക്കൊരു എല്ല് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ആ എല്ലിൻ്റെ ഒരു വശത്തേക്ക്, ഏതെങ്കിലും ഒരു വശത്തേക്ക്, അപ്പുറത്തോ ഇപ്പുറത്തോ ഏത് വശത്തേക്കെങ്കിലും നമ്മൾ കൈ നീക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുഴി ഫീൽ ചെയ്യാം. ഒരു മസിലിൻ്റെ ആ എല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കുഴി ഫീൽ ചെയ്യാം. ആ കുഴിയിൽ നമ്മുടെ സൈഡിലേക്ക് കൈ നീക്കുമ്പോൾ ആ കുഴിയിൽ നമ്മുടെ വിരലുകൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൾസ് കിട്ടും. ആ പൾസാണ് കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ രോഗി കുഴഞ്ഞു വീണെടുക്കാണ് നമ്മൾ ശക്തി ഉണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. ഇനി പൾസ് ഉണ്ട്, രോഗി ശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലാംശം നഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ കുഴഞ്ഞു വീണായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാളുടെ കാല് പൊക്കി പിടിക്കുക. അയാൾക്ക് ബോധം വരുന്നവർ കാല് പൊക്കി പിടിച്ചേക്കുക. അയാൾക്ക് പൾസ് ഉണ്ടോന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബോധം വന്നു കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. എന്ന് പറയുന്നത് നമ്മുടെ ഇവിടം തൊട്ട് നമ്മുടെ വയറ് വരെയുള്ള ഈ എല്ലിനെയാണ് നമ്മുടെ നെഞ്ചൽ അഥവാ സ്കാനം എന്ന് പറയുന്നത്. ഈ സ്കാനത്തിൻ്റെ താഴത്തെ പകുതിയിലാണ് നമ്മൾ രോഗിയുടെ നെഞ്ചലിൻ്റെ താഴത്തെ പകുതിയിൽ നമ്മുടെ കൈ വെക്കുക, ഒരു കൈ വെക്കുക. അതിൻ്റെ മുകളിലായി നമ്മൾ മറ്റേ കൈ നമ്മൾ കൊരുത്ത് പിടിക്കുക. ഇങ്ങനെ അടിയിലത്തെ കൈ തുറന്ന് പിടിക്കുക, മുകളിലത്തെ കൈ അടച്ചു പിടിക്കുക. ഇങ്ങനെ കൊരുത്ത് പിടിച്ച് രോഗിയുടെ നെഞ്ചലിൽ കൈ വെച്ച് രോഗിയുടെ പരമാവധി ചേർന്ന് നമ്മുടെ കൈമുട്ട് വളയാതെ, ഇങ്ങനെയല്ല CPR, കൈമുട്ട് വളഞ്ഞല്ല നമ്മൾ CPR കൊടുക്കുന്നത്. കൈമുട്ട് നേരെ വെച്ചുകൊണ്ട് നമ്മുടെ രോഗിയുടെ നെഞ്ചിൽ ശക്തിയായി അമർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 22, 23, 24, 25, 26, 27, 28, 29, 30. ബോധവൽക്കരണ ക്ലാസ്സിൽ ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജു V. നായർ, മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് ലാൽ, സീനിയർ CPO ശ്രീകുമാർ, പരുമല ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ ഹെഡ് ഡോക്ടർ ബാലു, ഡോക്ടർ അക്ഷയ, ഡോക്ടർ ഗോകുൽ, CFO റിട്ടയർഡ് SI ജോൺ തോമസ് എന്നിവർ പങ്കെടുത്തു. ടൂർണമെന്റിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ടീമും പങ്കെടുത്തു. ശേഷം ലോർഡ്സ് 11 ക്രിക്കറ്റ് ഹബ്ബ് സെക്രട്ടറി അരുൺ നാരായണൻ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. CD Net ന്യൂസ്, ചെങ്ങന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.